പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ആരുടെ കാറിലാണ്? രാഹുൽ ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്ന് പോയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചന. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തായിരുന്നു യാത്ര. അതിനിടെ പരാതിക്കാരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. കേസെടുത്ത് 4ാം ദിവസവും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയത് യുവനടിയുടെ ചുവന്ന കാറിലെന്നാണ് സൂചന. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ സംസ്ഥാനം വിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അതിവിദഗ്ധമായാണ് രാഹുലിന്റെ യാത്രയെന്നും സൂചനയുണ്ട്. CCTV ഉള്ള റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ യാത്ര ചെയ്തതെന്ന് പോലീസ് പറയുന്നു. പാലക്കാട്ടെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സ്വന്തം വാഹനം ഫ്ളാറ്റിലിട്ട ശേഷമായിരുന്നു ചുവന്ന കാറിൽ കയറിയുള്ള യാത്ര. രാഹുൽ ചുവന്ന കാറിൽ പാലക്കാട് നിന്ന് പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആണ് മനസ്സിലാക്കിയത്. രാഹുലിനെ പിന്തുടരുന്ന പോലീസിനെ കബളിപ്പിക്കാനായി രാഹുൽ രക്ഷപ്പെട്ട ചുവന്ന കാർ മാത്രമായി പല വഴികളിലൂടെ സഞ്ചരിച്ചതായും സംശയിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ വിശദമായ CCTV പരിശോധനകൾക്ക് ശേഷവും രാഹുൽ പോയ കൃത്യമായ റൂട്ട് അവ്യക്തമായി തുടരുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പലയിടങ്ങളിൽ രാഹുലിന്റെ ഫോൺ ഓൺ ആയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനെന്നാണ് വിലയിരുത്തൽ. യുവതി കഴിഞ്ഞ മാസം 27-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയപ്പോൾ രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. തുടർ നടപടികൾ പോലീസ് ചർച്ച ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി. കാർ ഫ്ളാറ്റിലിട്ട ശേഷം ചുവന്ന പോളോ കാറിലാണ് രാത്രിയോടെ അവിടെ നിന്ന് പോയത്. രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്തൊപ്പിട്ട് മടങ്ങിയത്. എന്നാൽ ഇത് പോലീസ് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. രാഹുലിനായി വ്യാപക തെരച്ചിൽ നടത്തുകയാണ് പോലീസ്. പാലക്കാടിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതിയെ കണ്ടെത്താൻ ഓരോ ജില്ലയിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ പോലീസ് ചോദ്യം ചെയ്തു. കേസ് അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ കീഴിൽ പ്രത്യേക സംഘമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും രാഹുലിനെ കണ്ടെത്താനായി ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടെ പരാതിക്കാരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. ഓഡിയോ സന്ദേശം, ചാറ്റുകൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് പരാതിക്കാരിക്കെതിരെ ചില തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് യുവതി കൂടുതൽ തെളിവുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടിക്കാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം. ന്യൂസ് 18 പാലക്കാട്, തിരുവനന്തപുരം.